നെതന്യാഹു എവിടെയാണ്? ഇപ്പോൾ ഇറാനിലെ ആളുകൾ നേതാക്കന്മാർ ഇന്ന് റാലി നടത്തിയ കാര്യം പറഞ്ഞു, ഖുദ്സ് ദിനത്തോടനുബന്ധിച്ച്. നെതന്യാഹു എവിടെയാണ്? നെതന്യാഹു ജർമ്മനിയിലുണ്ടെന്നൊക്കെയാണ് പറയുന്നത്. അപ്പോൾ ഞാൻ ഈ അവസാനം പറയാം, എന്തുകൊണ്ട് നെതന്യാഹു ജർമ്മനിയിൽ, അബ്ബാസ് അരാക്ചിയും ലാറിജാനിയും തെരുവിലെന്ന് ചോദിക്കുമ്പോൾ ഉണ്ടാകുന്ന മൂന്നാമത്തെ ഒരു കാര്യം, യുദ്ധത്തിൽ ധാർമ്മിക ശക്തി എന്ന് പറയുന്ന ഒരു കാര്യമുണ്ട്, ഒരു മോറൽ എന്ന് പറയുന്നത്. ഞാനത് മതപരമായ ഒരു കാര്യത്തെക്കുറിച്ചല്ല പറയുന്നത്. അപ്പോൾ മതത്തിൽ വിശ്വസിക്കാത്തവർക്കും ഒക്കെ ധാർമ്മികതയുണ്ടല്ലോ. ധാർമ്മികത വളരെ പ്രധാനമാണ്. ഈ ധാർമ്മികതയാണ് ജനങ്ങളെ നേതൃത്വത്തോടൊപ്പം ഉറപ്പിച്ച് നിർത്തുന്നത്. നെതന്യാഹു എന്തുകൊണ്ട് ബങ്കറിലും ജർമ്മനിയിലും കഴിയുന്നു? ലാരിജാനിയും അബ്ബാസ് അരാക്ചിയും തെരുവിൽ ജനങ്ങൾക്ക് നേതൃത്വം കൊടുക്കുന്നത് ചോദിച്ചാൽ അതവരുടെ ഒരു ധാർമ്മിക ശക്തിയാണ്. ആ ധാർമ്മിക ശക്തിയാണ് ജനങ്ങളെ ഇവരുടെ ചുറ്റും റാലി അപ്പോൺ ചെയ്യിപ്പിക്കുന്നത്. ആ ശക്തിക്ക് മുമ്പിൽ ലോകത്ത് വൻ ശക്തികൾക്ക് പിടിച്ചേക്കാൻ കഴിയില്ല. ഈ ആളുകളുടെ ഇപ്പോൾ ഈ റാലിയിൽ ബോംബിട്ടു എന്ന് പറയുന്നു, ഒരാൾ മരിക്കും മറ്റോ ചെയ്തിട്ടുണ്ട്. ഇവർ മുഴുവൻ ആൾക്കാരെ ബോംബിട്ട് കൊല്ലാൻ പറ്റുമോ ചോദിച്ചിട്ട്? അപ്പോൾ യഥാർത്ഥത്തിൽ ഗസയിൽ നിന്ന് പഠിക്കാത്ത പാഠം ഇറാനിലും പഠിക്കുന്നില്ല എന്നാണ് യുദ്ധത്തിൻ്റെ അവസാന നിമിഷങ്ങൾ നമുക്ക് തോന്നുന്നത്.